أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രധാനമായ ഒരു ഭാഗമാണ്. എല്ലാ മനുഷ്യർക്കും അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. ശത്രുക്കളില്ലാത്ത മനുഷ്യർ ഇവിടെ ചുരുക്കമാണ്. ശത്രുക്കൾ ഏത് രീതിയിലായാലും ശരി, പല സ്വഭാവത്തിലുള്ള ശത്രുക്കൾ മനുഷ്യർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കളും അസൂയാലുക്കളുമായ ആളുകൾ ഒരാളുടെ തീർച്ചയായിട്ടും ഈ ഭൂമി ലോകത്ത് കാണും. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ പ്രത്യേകമായ ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും അവരിൽ നിന്നുള്ള പറച്ചിലുകൾ, അവരിൽ നിന്ന് എന്തെല്ലാം വൈഷമ്യങ്ങൾ നമുക്ക് നേരിടാനുണ്ടോ അതിനെ എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മാറുകയും ശത്രുക്കളെ നമുക്ക് മിത്രമാക്കി തരികയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ശത്രു പിന്നെ നമ്മൾ കാണുകയില്ല, അവർ നമ്മുടെ സഹോദരങ്ങളായി മാറുകയാണ്. അപ്പോൾ ഈ ദിക്ർ നമ്മൾ കൂടെ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിലേക്ക് നമ്മളിൽ നിന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക്, ശത്രുവിൻ്റെ മനസ്സിൽ അതങ്ങ് ഇട്ടുകൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു ദയ കാണുകയും ആ ശത്രുത വെച്ച് പിന്നെ അവർക്ക് പുലർത്താൻ അത് കഴിയത്തില്ല. അതാണ് ഈ ദിക്റിൻ്റെ പ്രത്യേകമായ ഗുണമെന്ന് പറയുന്നത്. ഇതൊരു വലിയ അനുകൂലമുള്ള ഒരു കാര്യമാണ്. ഈ ദിക്ർ അങ്ങോട്ട് അള്ളാഹുവിലേക്ക് നമ്മളിൽ ചെല്ലി ലയിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ശത്രുവായാലും ശരി, ശത്രുക്കൾ പല സ്വഭാവത്തിലുള്ള ശത്രുക്കളുണ്ട്, വലിയ ദോഷങ്ങൾ നമുക്ക് ചെയ്യുന്ന ശത്രുക്കളുണ്ട്, നമ്മളെ കുടുംബത്തേക്ക് നശിപ്പിക്കുന്ന ശത്രുക്കളുണ്ട്, അല്ലാത്ത രീതിയിലുള്ള ശത്രുക്കളുണ്ട്. ഏത് ശത്രുവായാലും ശരി, അങ്ങനെയുള്ള ശത്രുവിൻ്റെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ഒരു ഭയപ്പാടിനെ അവരുടെ മനസ്സിലേക്ക് അല്ലാഹു തആല ഇട്ടുകൊടുക്കും. ആ ഭയപ്പാടിനെ അങ്ങ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മളോട് ശത്രുത വെച്ച് പുലർത്താൻ സാധ്യമല്ല, ശത്രുത വെച്ച് പുലർത്താൻ നമുക്ക് കഴിയത്തില്ല. അവർ നമ്മളെ മിത്രങ്ങളായി, അവർ നമ്മുടെ സഹോദരങ്ങളായി തന്നെ വരും. അപ്പോൾ അത് ഏറ്റവും നല്ല കാര്യമാണ്. ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും ഒരു ഉന്നതമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതിന് നമുക്ക് ചില ദിക്റുകളുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലുള്ള ദിക്റുകളാണ്. ദിക്റുകളെന്ന് പറയുമ്പോൾ ചെറിയ ദിക്റുകളൊന്നുമല്ല, കോടാനുകൂടി ദിക്റിനെ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു ദിക്റാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അത് നമ്മളങ്ങ് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അത് കഴിവതും നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ ഏറ്റവും അത് വലിയ പ്രയോജനം ചെയ്യും, വലിയ ഗുണകരമാണ്. ഏത് രീതിയിലും കൊള്ളാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ നിങ്ങൾ മടിക്കണ്ട. അപ്പോൾ ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. ആ ദിക്ർ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ പറയാൻ പോവുകയാണ്. സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അന്ത യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അന്ത യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. സുബ്ഹാനക ലാ ഇലാഹ ഇല്ലാ അന്ത യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് എന്നപ്പോൾ 21 പ്രാവശ്യം നമസ്കാരത്തിന് ശേഷവും നിങ്ങൾ ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും അനുകൂലം നിങ്ങൾക്ക് വരുന്നവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട, ഒരു പ്രയാസവും വേണ്ട. ആത്മാർത്ഥമായി ഹൃദയത്തിൽ അള്ളാഹുവിനെ ഉറച്ചുകൊണ്ട്, അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട്, പടച്ചവനെ നിന്റെ ദിക്ർ ആത്മാർത്ഥമായി ഞാൻ ചെല്ലുകയാണ് എന്നുള്ള നിയത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ ദിക്ർ സ്വീകരിക്കുകയും നമുക്കത് പ്രയോജനകരമാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ മടിക്കേണ്ട. ഈ ദിക്ർ നിങ്ങൾ ചെല്ലണേ. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറയുന്നു.